കർത്താവിന് നമ്മളെക്കുറിച്ച് പറയാനുള്ള ഒരു പരാതി, ഒരു ഉപദേശം, ഒരു ചെറിയ വാണിങ്, ഒപ്പം തന്നെ ഒരു വലിയ ബ്ലെസ്സിങ്, ഇത്രയും കാര്യങ്ങൾ അടങ്ങിയ ഒരു വചനഭാഗമാണ് നമ്മളിന്ന് ഷെയർ ചെയ്യാൻ പോകുക. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏറ്റവും അവസാനത്തെ പുസ്തകം വെളിപാട് പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളാണ്. 1-ാം വാക്യം ഇങ്ങനെയാണ്, നിങ്ങളൊന്ന് അടയാളപ്പെടുത്തിയിടണം. 3-ാമത്തെ അധ്യായത്തിൽ 1-ാം വാക്യം: നിന്റെ ചെയ്തികൾ ഞാൻ അറിയുന്നു, ജീവിച്ചിരിക്കുന്നവൻ എന്നാണ് നിന്നെക്കുറിച്ച് പറയുന്നത്, പക്ഷേ നീ മൃതനാണ്. കർത്താവിൻ്റെ ഒരു കംപ്ലൈൻ്റ് ആണ്. കർത്താവ് നമ്മുടെ ഇടയിൽ നമ്മുടെ ജീവിതത്തെ കണ്ടിട്ട് ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് പറയാണ്, നീ അത്ര ആക്റ്റീവ് ഒന്നും അല്ല, നീ ജീവിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നെങ്കിലും ചിലയിടത്തൊക്കെ നീ ഇങ്ങനെ മടി പിടിച്ച് ഉഴപ്പി ഇച്ചിരി കുളവാക്കിയിട്ടൊക്കെ ഇരിക്കുകയാണ്, നീ മൃതനാണെന്ന് പറയാണ്. എന്നിട്ടോ ഒരു ഉപദേശം തരുന്നുണ്ട് 2-ാമത്തെ വാക്യത്തിൽ: ഉണരുക, നിന്നിൽ ആസന്ന മരണമായി അവശേഷിപ്പിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക. ഉണരുക, നിന്നിൽ ആസന്ന മരണമായി ബാക്കിയിരിക്കുന്നതൊക്കെ നീ ഒന്ന് ഉത്തേജിപ്പിക്കുക. 2 ഉപദേശങ്ങളാണ് പ്രത്യേകിച്ച് തരുന്നത്: ഉണരുക, ഉത്തേജിപ്പിക്കുക. എന്തൊക്കെയോ കൃപകൾ കർത്താവ് ഇനിയും നമുക്ക് തന്നിട്ടുണ്ട്. ഒരുപാട് ബ്ലെസ്സിങ് നമുക്ക് ഇനിയും തന്നിട്ടുണ്ട്. നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കാതെ കിടക്കുന്ന കുറേ കഴിവുകളും കൃപകളും അനുഗ്രഹങ്ങളും ഒക്കെ അവിടെ ചുമ്മാ ഇരിപ്പുണ്ട്. അതൊക്കെ നീ ഒന്ന് ഉണരണം, ഉത്തേജിപ്പിക്കണം. 2 വചനങ്ങൾ വായിക്കുന്ന മനസ്സിലാവുന്നുണ്ടായിരുന്നോ? അതായത് ഈശോ എത്രയോ അനുഗ്രഹങ്ങൾ, എത്രയോ അവസരങ്ങൾ, എത്രയോ സമയം നമ്മുടെ മുമ്പിൽ തന്നു. പക്ഷേ നീ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ ആ ജീവിച്ചിരിക്കുന്നതിന് തക്കതായ രീതിയിലല്ല നീ ഇപ്പോൾ കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തുന്നത്. ഉഴപ്പും മടിയും മടുപ്പും നിരാശയൊക്കെ വന്ന് നീ ജീവിച്ചിരിക്കുന്നെങ്കിലും മരിച്ച ഒരവസ്ഥയിൽ ഇപ്പം നിൽക്കുകയാണ്. അതുകൊണ്ട് ഉണരുക, ഉത്തേജിപ്പിക്കുക. കർത്താവ് തുടർന്ന് പറയുന്നുണ്ട്: എന്തെന്നാൽ നിന്റെ ദൈവത്തിൻ്റെ മുമ്പിൽ, എൻ്റെ ദൈവത്തിന് മുമ്പിൽ നിന്റെ പ്രവൃത്തികൾ പൂർണ്ണമായും നിർവഹിക്കപ്പെട്ടതായി ഞാൻ കാണുന്നില്ല. എന്നുവെച്ചാൽ ഏൽപ്പിച്ച കാര്യങ്ങളോട് കാണിച്ചൊരു മടിയായിരിക്കാം, ഒരു നിസ്സംഗതാഭാവമായിരിക്കാം, ഒരു ലാഘവബുദ്ധി ആയിരിക്കും. ഇത്രയൊക്കെ മതി എന്നൊക്കെ തോന്നി നമ്മൾ ഇച്ചിരി ഉഴപ്പിയ മേഖലകളായിരിക്കാം. പ്രിയപ്പെട്ട സ്വരങ്ങളെ, വ്യക്തിപരമായിട്ട് ഇതൊന്നും എടുത്തേക്കണം കേട്ടോ. എവിടെയെങ്കിലും ഒക്കെ വെച്ച് കർത്താവ് തന്ന സമയവും കഴിവും കൃപകളും ഒക്കെ ഉപയോഗിക്കാതെ ഇങ്ങനെ ചത്ത അവസ്ഥയിലൊക്കെ നിൽക്കുന്നുണ്ടോന്ന്. കർത്താവ് ഒരു സൂചന ആദ്യം തരികയാണ്, പിന്നീട് ഒരു ഉപദേശം തരികയാണ്. ഇനി അതനുസരിച്ചില്ലെങ്കിൽ ഒരു വാണിംഗ് കൂടെ തരുന്നുണ്ട്. 3-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 3-ാം വാക്യം ഇങ്ങനെയാണ്: നീ ഉണരുന്നില്ലെങ്കിൽ ഞാൻ കള്ളനെ പോലെ വരും, ഏത് സമയത്താണ് ഞാൻ നിന്നെ പിടികൂടുന്നതെന്ന് നീ അറിയില്ല. നിന്നെ പിടിക്കുമെന്ന് പറയാം. അതെന്നോട് നിങ്ങളോടും ഒക്കെ കർത്താവ് പറയാണ്, ഇത്രയും സമയവും അവസരവും ഒക്കെ ഞാൻ നിനക്ക് തന്നു, ഇത്രയും നന്നാവാനുള്ള വഴികൾ തന്നു, ഒന്ന് തിരുത്താനുള്ള അവസരങ്ങളൊക്കെ തന്നു, പ്രാർത്ഥിക്കാനുള്ള സമയമൊക്കെ തന്നു, എന്നിട്ട് നീ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല. അങ്ങനെ ഉപയോഗിക്കാതെ മരിച്ച അവസ്ഥയിലാണെങ്കിൽ നിന്നെ പിടിക്കാൻ ഞാൻ വരുമെന്ന് കർത്താവ് പറയാണ്. പക്ഷേ നമുക്കൊരു വലിയ പ്രത്യാശയും കൂടെ കർത്താവ് തരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വിശുദ്ധ ഗ്രന്ഥത്തിലെ, പ്രത്യേകിച്ച് വെളിപാട് പുസ്തകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ ബ്ലെസ്സിങ്ങുകൾ ഒന്നാണ് 3-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ കാണും, അന്ന് അടയാളപ്പെടുത്തിയിട്ടോ: വിജയം വരിക്കുന്നവനെ ഞാൻ വെള്ളവസ്ത്രം ധരിപ്പിക്കും. ഒരു 3 ബ്ലെസ്സിങ്ങാണ് പറയുന്നത്. 1-ാമത്തെ ബ്ലെസ്സിങ് വിജയം വരിക്കുന്നവന്, എന്ന് വെച്ചാൽ കർത്താവ് തന്ന ഈ അവസരങ്ങളും, അത് ആത്മീയ ജീവിതത്തിലാവട്ടെ ഭൗതിക ജീവിതത്തിലാവട്ടെ, കർത്താവ് തന്ന ഈ അവസരങ്ങളെല്ലാം ഉപയോഗിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നവന് കിട്ടുന്ന 1-ാമത്തെ ബ്ലെസ്സിങ്: അവന് ഞാൻ വെള്ളവസ്ത്രം ധരിപ്പിക്കും. 2-ാമത്തത്, ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവൻ്റെ നാമം ഞാൻ ഒരിക്കലും തുടച്ചു മാറ്റില്ലെന്ന്. കർത്താവിൻ്റെ ജീവന്റെ ഗ്രന്ഥത്തിൽ നമ്മുടെ പേരുണ്ടാകും. 3-ാമത്തെ അനുഗ്രഹം: എൻ്റെ പിതാവിൻ്റെയും അവിടുത്തെ ദൂതന്മാരുടെയും സന്നിധിയിൽ അവൻ്റെ നാമം ഞാൻ ഏറ്റുപറയും. എന്തൊരു വലിയ ബ്ലെസ്സിങ് ആണത്. അതായത് നമ്മളെക്കുറിച്ച് ഈശോ പിതാവിൻ്റെ സന്നിധിയിൽ സംസാരിക്കുമെന്ന്. ആരെക്കുറിച്ചാണ്? ഉറങ്ങുന്നവരെ കുറിച്ചല്ല. ഉണർന്ന് ഉത്തേജിപ്പിച്ച് കർത്താവിൻ്റെ തന്ന കൃപകളൊക്കെ ഉപയോഗിച്ച് അനുഗ്രഹത്തോടെ ജീവിക്കുന്നവർക്ക്, സമയം വേസ്റ്റ് ചെയ്യാതെ കർത്താവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അനുസരിച്ച് ഏറ്റവും നന്നായിട്ട് ജീവിക്കുന്നവർക്ക് കർത്താവ് 3 അനുഗ്രഹങ്ങൾ തരാൻ വേണ്ടി പോവാണ്. 1, വെള്ളവസ്ത്രം ധരിപ്പിക്കും, എന്ന് വെച്ചാൽ കർത്താവ് ചേർത്ത് പിടിക്കും. 2, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടും. 3, പിതാവിൻ്റെ സന്നിധിയിൽ കർത്താവ് നമ്മുടെ പേര് വിളിച്ച് പറയും. ഓർത്ത് നോക്കിയേ, നമ്മുടെ പേരൊക്കെ കർത്താവ് വിളിച്ച് പറയുന്നതിനെ കുറിച്ചൊക്കെ ഓർത്ത് നോക്കിയേ. അത്രയും വലിയ ബ്ലെസ്സിങ് ആണ് തരുന്നത്. പ്രിയപ്പെട്ട സ്വരങ്ങളെ, വെളിപാട് പുസ്തകത്തിൽ ഇങ്ങനെ 7 സഭകൾക്ക് എഴുതിയ പല പല കാര്യങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടല്ലോ. പേഴ്സണലി സമയം കിട്ടുമ്പോൾ ഒന്ന് എടുത്ത് വായിച്ചു നോക്കണം കേട്ടോ. ഈ 3-ാമത്തെ അധ്യായത്തിൽ ഈ ഇൻസ്ട്രക്ഷൻ കൃത്യമായിട്ടൊന്ന് ഓർത്തേക്കണം. എവിടെയെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ ഒരു ചതഞ്ഞ അവസ്ഥയൊക്കെ ആണെങ്കിൽ ഇതാ കർത്താവ് നമുക്ക് അവസരം തരികയാണ്. വീണ്ടും വീണ്ടും എഴുന്നേറ്റില്ലെങ്കിൽ കള്ളനെ പോലെ പിടിക്കാൻ വരും, പിടികൂടും, പണിയാവും എന്നൊക്കെ പറയുന്നുണ്ട്. ഒപ്പം തന്നെ വലിയൊരു ബ്ലെസ്സിങ് കൂടെ തരികയാണ്. നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെടും, കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ പേരുണ്ടാകും. അങ്ങനെ നമ്മുടെ പേര് എഴുതപ്പെടട്ടെ, വെള്ളവസ്ത്രം ധരിക്കപ്പെടട്ടെ, കർത്താവിൻ്റെ കൃപയിൽ നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കാനിടയാവട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.